വേലായുധ പഴനിയാണ്ടവാ. അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരി. ഹരിയോം ഹരി. എന്നാലല്ലേ പുറപ്പെട്ടുള്ളൂ, വൈകിക്കണ്ട. ഹരിയോം ഹരി. അമ്മേ മഹാമായേ, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്പോട്ടി. ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗിവര്യനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്കിരിക്കട്ടെ. അമ്പോട്ടി കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ഞാൻ കാത്തിരിക്കുവായിരുന്നു. എപ്പോ എത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജോത്സ്യനുണ്ടെന്ന് കേട്ടു. അറിയാമോ? തുടങ്ങി നിങ്ങളുടെ ഒരു ജോത്സ്യം. അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അംബുജാക്ഷൻ, നിനക്ക് ഇനിയെങ്കിലും ഈ യാത്ര ഒന്ന് നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അംബുജാക്ഷനല്ല, അമ്പോറ്റി സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. ഹരിയോ. നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട. വേണ്ടെങ്കി വേണ്ട. എന്താടാ, എന്തു പറ്റി? ഞാൻ വീട്ടിലെ കാര്യം ഒന്ന് ഓർത്തു പോയതാ. ഓ, മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അവന്റെ ഒരു വീടും സ്വപ്നവും. എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. എടാ, അവിടെ ചെന്നാലുള്ള അവസ്ഥയെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ആദ്യം തന്നെ നീ നിന്റെ അമ്മായിമാരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത അവന്റെ ഒരു മുത്തശ്ശിയും അമ്മായിയും തറവാടും. എന്താ സാറേ? സാറിന് വയറ്റു വേദന. വണ്ടി വിടറോ. മുത്തശ്ശി, പേടിച്ചിട്ടൊന്നുമില്ല അമ്മായി. കൈ കൈ കൈ. അയ്യോ, ഇതെന്താ മുഖത്തൊരു പാട്? അത് വലിയ മോക്കൊരു വന്നായിരിക്കും. മതി മതി, എന്റെ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടു തന്നെ. എന്നിട്ടാവാം വിശദീകരണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി. പെട്ടി വന്നിട്ട് നോക്കി മുളച്ചല്ലേ. ഇതെന്താ പറ്റിയ? ഇത്തവണ നീ എന്നെ പറ്റിക്കുമെന്നാ ഞാൻ വിചാരിച്ചു. അത് കൊള്ളാം. മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് നിനക്ക്? എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം. എന്നാലും ഒരു 2-3 ആഴ്ച. ഇനിയിപ്പൊ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് കയറി വാ. ഇതെന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ. നമ്മുടെ തറവാടും ഗ്രാമവും ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹരി, ഇത് മുത്തശ്ശി. നമസ്കാരം. ഇതെല്ലാം അമ്മാവന്മാരെ അമ്മായിമാരെ ഒക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ കൊച്ചുകൃഷ്ണ? അല്ലേ കൈമളമാവാ? പിന്നെ ഹോമിയോ ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു. എന്താ കുറുപ്പമാവാ, ഈ രക്ഷയൊക്കെ കെട്ടിയിട്ട് വല്ല രക്ഷയുണ്ടോ? പിന്നെ ഈ മുറപ്പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ കൊച്ചുകൃഷ്ണൻ എപ്പോഴും പറയും. മോനെ കൊച്ചേഷ, കണ്ടില്ലേ അമ്മായിമാരുടെ ഒരു ഒരുമ. എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ ഒരുപോലെ ഇഷ്ടമാ. ഹരിയോം ഹരി. എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞെ. സുഖമായിരുന്നു. ഈ സ്വാമി വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാ. അവരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. പക്ഷേ അമ്പോറ്റി സ്വാമി അങ്ങനെയൊന്നും അല്ല, ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. കൊച്ചുഷ, അകത്തേക്ക് വന്നോളൂ. വരുന്നേ. നീ മാത്രം വാ. അമ്മ പോയി. കൊച്ചുഷ, എന്തോ? നമ്മള് തറവാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഈ അവസരത്തിൽ എന്തിനാ അന്യൊരാള്? ഞാൻ വിളിച്ചിട്ട് വന്നാ മുത്തശ്ശി. എവിടെ അയാളുടെ വീട്? ഏതാ തറവാട്? കൊച്ചിയില. ഹരീന്ദ്ര നമ്പ്യാരെന്നാ മുഴുവൻ പേര്. നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ. പറഞ്ഞു വന്ന നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരില്ലേ, പുള്ളിയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. എന്തൊക്കെ ആയാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞുവിടാനും മനസ്സ് വരുന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയില്.
അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടിലെ മുത്തശ്ശിയുടെ കൂടെ നിന്ന. പാവം, കഴിഞ്ഞ മാസം ആ മുത്തശ്ശിയും മരിച്ചുപോയി. അതിനുശേഷം ആകെ അപ്സെറ്റാ. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി. ഊണില്ല, ഉറക്കമില്ല. പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. മുത്തശ്ശി മുത്തശ്ശി മരിച്ചിട്ടില്ല. എടാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല. നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നു. സന്തോഷമായി. മുത്തശ്ശി, എന്താ കുട്ടി ഇത്? എണീക്ക്. എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കൊച്ചുഷ, എന്തോ ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ ബാ, ബാ. കൊച്ചുഷ, എന്തോ നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യം വലുതായിരിക്കും. കെട്ടും അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളേം തന്തേം ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുകൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അതൊന്നും ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കേ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കൊച്ചുകൃഷ്ണൻ ചേട്ടാ, ഞാൻ റെഡി. എന്തിന്? അമ്മ പറഞ്ഞു കൊച്ചുകൃഷ്ണൻ ചേട്ടാ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചുകൃഷ്ണൻ ചേട്ടാ, ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ രണ്ടുപേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ചെല്ല്. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കയറി തുണി കിണിയെല്ലാം വാങ്ങി പോവാം. കേട്ടോമ്മേ, കാർത്തികയ്ക്ക് ഇപ്പൊ 19 തികയ. 6 മാസം കൂടെ കഴിഞ്ഞാ പിന്നെ കേതുവിന്റെ അവകാരം തുടങ്ങും. അതിനു മുമ്പ് കല്യാണം നടക്കണം. കൊച്ചുമക്കള് 3 പേരും കല്യാണം കഴിച്ചു കാണാൻ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല. രാധയ്ക്കും ഹേമയ്ക്കും ഇപ്പൊ ജാതകവശാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാർത്തികയുടെ കാര്യം അങ്ങനെയാണോ അമ്മേ? എന്റെയും കുറുപ്പേട്ടന്റെ മനസ്സിൽ പണ്ടേ ഒരാഗ്രഹം. എന്തേ? കൊച്ചുകൃഷ്ണന്റെ കാര്യം. കാർത്തികയ്ക്കും അതാ ഇഷ്ടം. എനിക്ക് 3 പെമ്പിള്ളേരല്ലേ അമ്മേ. ഒന്നിന്റെ എങ്കിലും കാര്യം കഴിഞ്ഞു കിട്ടിയാ അത്രയും സമാധാനായി. ലക്ഷ്മിക്കുട്ടിയും സുമതിക്കുട്ടിയും ഇതേ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ കാര്യം. ഇപ്പൊ നിന്റെ മനസ്സിലും ഇങ്ങനെയൊന്നുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? എടി ഭയങ്കരികളെ, നീയൊക്കെ എനിക്ക് മുമ്പേ കയറി കൊത്തില്ലേ? അമ്മ പാല് കുടിക്ക്. എന്റെ ദൈവം വിശന്നിട്ട് ഉറക്കം വരും. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണമെന്ന് ഒരു മുത്തശ്ശിയുടെ ഓർഡർ. 3 പേരെയും 3 പേരെ? 3 പേരല്ല, 3 പേരിൽ ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാൻ. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കിട്ടണം, അത്രേ മുത്തശ്ശിക്കുള്ളൂ. ഇതിൽ ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ജോത്സ്യം വിളിക്കാൻ പോവാ. ഇനിയിപ്പോ ജോത്സ്യം വിളിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ച് അവനുമായിട്ട് ഇടിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടും കുടുക്കെ എടുത്ത് ജോലിസിനിങ് എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം.